പാകിസ്ഥാൻ കളിക്കാർക്ക് ഹസ്താനം നൽകണമായിരുന്നു. കാർഗിൽ യുദ്ധ സമയത്ത് ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ശശി തരൂർ MP. ശരിയാണ്, കാർഗിൽ യുദ്ധ സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ലല്ലോ ഈ പുൽവാമ ദുരന്തങ്ങളൊക്കെ വന്നത്. മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഹിന്ദു അല്ലെന്ന് വെടിവെച്ച് വന്ന ആൾക്കാർ. പിന്നെ ഈ ക്രിക്കറ്റിൽ ഹസ്താനം നൽകണമായിരുന്നു എന്ന് പറയുന്നു. ഇതേ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഷാഹിദ് അഫ്രീദി. ഇവരെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇത് സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അവൻ അവിടെ ആഘോഷിച്ച, പാകിസ്ഥാനിൽ കിടന്ന് തുള്ളി കളിച്ച് ആഘോഷിച്ച, തീവ്രവാദികൾ വന്നിട്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഏതോ ഒരു ദുബായിലോ സൗദിയിലോ അവിടെ വന്നപ്പോൾ മലയാളികളൊക്കെ കൈ കെട്ടി സ്വീകരിച്ചു. അത് ഭയങ്കര വിവാദമായതാണ്. സത്യം പറഞ്ഞാൽ ഇവരവിടെ അത്ര നല്ലൊരു സൗഹൃദ ബന്ധത്തിൽ പോകാൻ പറ്റിയ രാജ്യമല്ല ഇന്ത്യയും പാകിസ്ഥാനും. അത് തീർത്തും പറയാം. അത്ര ശത്രു രാജ്യം തന്നെയാണ്, പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഹസ്തദാനം നൽകിയാലും നൽകിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഹസ്താനം നൽകാത്തത് ചിലപ്പോൾ അവരുടെ ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടാകും. ഇത്ര ക്രൂരമായി കൊല്ലപ്പെട്ട ഒരു ക്രിക്കറ്റ് താരം അങ്ങനെ കാണിച്ചപ്പോൾ അവർ മനഃപൂർവ്വം നൽകാതിരുന്നതായിരിക്കാം. അപ്പോൾ ഹസ്തദാനം അത് കൊടുക്കാനും ഒരു അർഹത വേണം, അന്തസ്സ് വേണം. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ നമ്മളിവിടെ കൊന്നിട്ട് നിരവധിയായ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അതിലൊരു ക്രിക്കറ്റ് ക്യാപ്റ്റനെ ആഘോഷിച്ച് കിടന്നു. അത് മുൻ ക്രിക്കറ്റ് ഷാഹിദ് അഫ്രീദി ആഘോഷിച്ച് കിടന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്രിക്കറ്റ് മേഖലയിൽ പെട്ട ഒരാളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ആഘോഷിച്ച് കിടക്കുമ്പോൾ അവർക്ക് എങ്ങനെ, ആ ക്രിക്കറ്റ് കളിക്കാർക്ക് എങ്ങനെ നമുക്കൊരു റെസ്പെക്റ്റ് തോന്നും? ആ ക്രിക്കറ്റ് കളിക്കാരെന്ന നിലയിൽ അവർ ഹസ്താനം കൊടുക്കാത്തത് മനഃപൂർവ്വം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. മനഃപൂർവ്വം തന്നെ അത് തന്നെയാണ് വേണ്ടത്.